അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. വൈലോപ്പിള്ളിയുടെ വളരെ പ്രശസ്തമായ ഈ കവിത കേൾക്കാത്തവരില്ല. പക്ഷേ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയവർ എത്ര പേരുണ്ട്? മാമ്പഴം മാത്രമല്ല അവൻ എറിഞ്ഞു പൊട്ടിക്കുന്ന ഓരോ കളിപ്പാട്ടവും. ഒരു കളിപ്പാട്ടത്തിൽ നിന്ന് അവൻ ഊരുന്ന ഒരു സ്ക്രൂ, അതവൻ്റെ ഗവേഷണമാണ്. പക്ഷേ നിങ്ങളെന്താ പറയുക, എടാ നിനക്ക് എന്ത് വാങ്ങിച്ചു തന്നാലും നീ നശിപ്പിക്കും അല്ലേ? ഒരു കളിപ്പാട്ടം അവൻ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നു. അപ്പോൾ നിങ്ങളെന്താ പറയുക, എടാ നിനക്ക് ഞാനൊന്നും വാങ്ങിച്ചു തരില്ല കേട്ടോ, എന്ത് കിട്ടിയാലും നീ എറിഞ്ഞ് പൊട്ടിക്കും. അവനെ ഞെട്ടിക്കും നിങ്ങൾ, അല്ലേ? ശരിയല്ലേ? അവൻ പാതകത്തിൽ വലിഞ്ഞു കയറി നിങ്ങൾ വളരെ കാര്യമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കറി പൗഡർ ഉരുട്ടി താഴെയിട്ട് നശിപ്പിക്കും. നിങ്ങൾക്ക് ദേഷ്യം വരും, ഉറപ്പാണ് നിങ്ങൾക്ക് ദേഷ്യം വരും. ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റു, ഇതല്ലേ പറയുക? ഇതൊക്കെ തന്നെയാണ് വൈലോപ്പിള്ളി ഉദ്ദേശിച്ചത്. നിങ്ങൾ ശക്തമായ ഭാഷയിൽ ഒരു കുഞ്ഞിനോട് എന്ത് പറഞ്ഞാലും, ഞെട്ടിക്കുന്ന ഭാഷയിൽ ഒരു കുഞ്ഞിനോട് എന്ത് പറഞ്ഞാലും അത് അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. അവൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന രീതിയിൽ ആ നിർദ്ദേശം അവൻ്റെ മനസ്സിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരുപാട് അരുതുകളുടെ ഒരു കൂട്ടമാണ് ഓരോ കുഞ്ഞുങ്ങളുടെയും മനസ്സിലുള്ളത്. ഈ അരുതുകളാണ് അവൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ഇത്തരം അരുതുകൾ കൊടുക്കാതിരിക്കുക, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. നിങ്ങൾ നിയന്ത്രിച്ചോളൂ, പക്ഷെ അല്പം മനസ്സരിവോടെ സമാധാനമായി നിയന്ത്രിച്ചോളൂ. ഞെട്ടിക്കരുത്, പേടിപ്പിക്കരുത്. മനഃശാസ്ത്രത്തിൽ പറയുന്നത് ഇത്തരം പേടിപ്പിക്കലുകൾ ഒരു സ്ക്രിപ്റ്റായി അവൻ്റെ മനസ്സിൽ റെക്കോർഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അവൻ്റെ ജീവിതാവസാനം വരെ ഇത്തരം സ്ക്രിപ്റ്റുകളാണ് അവൻ്റെ പെരുമാറ്റത്തെയും സ്വഭാവത്തെയും നിയന്ത്രിക്കുക. ഓക്കെ, അതുകൊണ്ട് ദയവായി കുഞ്ഞുങ്ങളെ ഒരിക്കലും ഞെട്ടിക്കരുത്.